ഇപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ GHSSലെ മാലോത്ത് കസബയിലെ കലാകാരന്മാരാണ്. നമുക്ക് അവരോട് അവരുടെ കലോത്സവ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ കലോത്സവ വേദിയിൽ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ആദ്യമായിട്ടാണോ? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? എല്ലാവരും ആദ്യമായിട്ടാണോ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നിങ്ങൾ പെർഫോം ചെയ്തിപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതിലും നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റി. എന്നാ ഓരോരുത്തർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുമോ? പേടിയില്ലാതെ സ്റ്റേജ് ഫിയർ മാറിക്കിട്ടി. അപ്പൊ ഒരാൾ നമ്മളോട് പറയുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് സ്റ്റേജ് ഫിയർ മാറിക്കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്, നോട്ട് ചെയ്യണം. ഇനി വേറെ പുതിയ എക്സ്പീരിയൻസ് ഓർത്തുമൊക്കെ കിട്ടും. നിങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലയിൽ പുതിയതായിട്ടല്ലേ? അപ്പൊ തൃശ്ശൂർ വന്നിട്ട് എന്താ തോന്നിയത്? പിന്നെ നിങ്ങളുമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നിങ്ങളെ ഭയപ്പെടുത്തിയോ? ഇല്ല, നിങ്ങൾ കൂളാണ്, ചില്ലാണ്. ഇവിടെ പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചതെന്ന്. യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ഇത്രയും കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തു? ഒന്ന് അറിയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ. ഓൺലൈനിലുള്ള ആളുകളോടൊപ്പം ഒന്ന് പറയൂ. ടീച്ചേഴ്സിന്റെ ഇത് നിങ്ങൾ ടീച്ചറാണ്. അപ്പൊ ടീച്ചർക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത്? ടീച്ചർ ഒന്ന് പറയുമോ? ഞാനും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം ഞങ്ങളുടെ കുട്ടികൾ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യമായി സ്റ്റേജിൽ കയറിയവരാണ് ഇവർ ഏറെ പേരും. അപ്പോൾ അവരിത്ര ഞങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്ര നന്നായി പെർഫോം ചെയ്തതിൽ അതിയായ സന്തോഷം. സബ് ജില്ലയ്ക്ക് വേണ്ടി യൂട്യൂബ് നോക്കി ഞങ്ങൾ പഠിച്ചു. അപ്പോൾ ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ആത്മവിശ്വാസമായി. ജില്ലയിലും കൂടി ആയപ്പോൾ സംസ്ഥാനത്ത് അല്ലെങ്കിൽ അതിനപ്പുറം പങ്കെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടായി. അതായത് ഇതുവരെ അവർ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഇതുവരെ എന്ന് പറഞ്ഞാൽ ജില്ല വരെ. പിന്നെ ജില്ലയിലെത്തിയപ്പോൾ ഫസ്റ്റ് കിട്ടിയപ്പോൾ അവിടെ വയനാട്ടിൽ നിന്നുള്ള അധ്യാപകരൊക്കെ പഠിപ്പിച്ച ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് യൂട്യൂബ് നോക്കിയാണ് അവിടെ വരെ എത്തിയതെന്ന് അറിഞ്ഞപ്പോൾ അവിടെ വന്ന ഒരു ജഡ്ജിന്റെ ഒക്കെ നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കുട്ടികൾക്ക് കിട്ടി. ആ വ്യക്തി ആരാണ്? വിനു. ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്കൊക്കെ നല്ല ഭാവി ഉണ്ടെന്നാണ് എൻ്റെ ഒരു അവലോകനം. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ ഞാനൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ചെറിയ ചെറിയ വേദികളിൽ നിന്നാണ് കുറച്ചൊക്കെ കോൺഫിഡൻസ് കിട്ടിയത്, സ്റ്റേജ് ഫിയർ മാറി കിട്ടിയതൊക്കെ. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ എന്താ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വന്നിട്ട് എൻ്റെ ഫിയർ മാറി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ക്രൗഡാണ്. അത്രയും ഫിയർലെസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വി ആർ ഗുഡ്. അത്രയും എനിക്ക് പറയാനുള്ളത്. എന്തായാലും താങ്ക് യു.